ഭാരതത്തിന് മാത്രമല്ല, ഇനി മുതൽ ലോകം മുഴുവനുമുള്ളതാണ്. അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോലും കുറച്ചുകൂടി വികസിപ്പിച്ചുകൊണ്ട് ലത്തീനുള്ള ടെക്സ്റ്റും അതിനോടുള്ള വായനകളും ഒക്കെ തന്നിട്ടുണ്ട്. നോയനർ എന്ന് പറഞ്ഞ അച്ഛന് മദർ എഴുതിയ ലെറ്ററാണ് ഓഫീസ് ഓഫ് ദ റീഡിങ്സിലേക്ക് തന്നിരിക്കുന്നത്. സഭയ്ക്കകത്തുള്ള കാര്യമാണെങ്കിലും ഞാനിത് പറഞ്ഞത്, നല്ല സമറായൻ എന്നൊരു വാക്കാണ് മദർ തെരേസയെക്കുറിച്ച് ഉപയോഗിച്ചത്. ആ മദർ തെരേസയാണ് നമ്മുടെ തങ്കശ്ശേരിയിലേക്ക് വരുത്തിയത്. അഗതികൾക്കൊരു മന്ദിരമുണ്ടാകാൻ, ഏറെ പ്രത്യേകിച്ച് അവരെ ശുശ്രൂഷിക്കുവാൻ. മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ പ്രത്യേക സേവനത്തിന് ഇവിടെ ആവശ്യത്തിന് അന്നേരം കോൺവെൻറ്റുകളുണ്ട്. പ്രത്യേകമായി വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ആ നല്ല സമറയായൻ്റെ മനോഭാവം. നീല സിസ്റ്റേഴ്സ് എന്നറിയപ്പെട്ടിരുന്ന, നമ്മൾ പട്ടത്താനം സിസ്റ്റേഴ്സ് എന്ന് ഇപ്പോൾ വിളിക്കുന്ന പോണ്ടിശ്ശേരി എന്നുള്ള സിസ്റ്റേഴ്സിനെ കാഞ്ഞിരകോട് കൊണ്ടുവന്നതും പിന്നീട് അത് തദ്ദേശീയമായി കൊണ്ടുവന്നത് ബിഷപ്പ് ബെൻസിഗറാണ്. അതിനുശേഷം തദ്ദേശീയമായിട്ടൊരു കോൺഗ്രിഗേഷനായിട്ട് അതിനെ തീർത്തത് ജെറോം പിതാവ്. കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ചുങ്കത് ജ്വല്ലറി. വൽക്കരിക്കപ്പെട്ടവരുള്ള ആ നിലപാട് ഒക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് താൻ ഏറ്റെടുത്ത ദൗത്യത്തെ എത്രമാത്രം ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു എന്നുള്ളതാണ്. ഏവർക്കും സമീപസ്ഥനായിരിക്കുമ്പോഴും അദ്ദേഹം ദൈവത്തോടുള്ള തൻ്റെ ആഭിമുഖ്യം ഒരിക്കലും വിട്ടുകളയാത്ത മനുഷ്യനായിരുന്നു. പ്രാർത്ഥനയുടെ ഫലങ്ങളായിരുന്നു അത് എന്ന് തന്നെ പറയാം. ദീർഘനേരം വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ താപസനായി തന്നെ ഇരുന്നു കൊണ്ട്, പിന്നീട് മെത്രാൻ പദവി കൊല്ലം രൂപതയുടെ രൂപത അധ്യക്ഷൻ എന്നുള്ള പദവി മാറിയിട്ട് മെത്രാനായിട്ട് തന്നെയാണ് പിന്നീടും അദ്ദേഹം ജീവിക്കുക. ആ സമയത്തും അദ്ദേഹം ഋഷിതുല്യമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് ലാളിത്യ ജീവിതത്തിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്നു. അഭിനന്ദ പിതാവിനെ സ്മരിക്കുമ്പോൾ ഈ നല്ല സമറായനെ നാം ഓർക്കുന്നു കർത്താവിൻ്റെ ഭൂമിയിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ 4ാമത്തെ ഗുഡ് സമരിറ്റൻ അവാർഡ് നമ്മൾ കൊടുക്കുമ്പോൾ കേരളം മരണശേഷമാണ് കുറച്ചുകൂടെ ശ്രീ ഉമ്മൻചാണ്ടിയെ ആദരിക്കാൻ തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ടല്ല, ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമായിരുന്നത് കൊണ്ടല്ല, അദ്ദേഹത്തിലുണ്ടായിരുന്ന മനുഷ്യസ്നേഹിയായ ആ മനുഷ്യനെ, തന്നിലുള്ള സ്നേഹത്തെ പകർന്നു കൊടുത്ത മനുഷ്യനെ, അതേ ജെറോം പിതാവിനെ പോലെ തന്നെ സൂപ്പർ ഓംനിയ കാരിത്താസ്, എല്ലാറ്റിനും ഉപരി സ്നേഹമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ പ്രതിയോഗികളോടൊന്നും പകരം ചോദിക്കാതെ, ആരോടും പകരം വീട്ടാനില്ല, ശത്രുതയില്ലാതെ, എല്ലാവർക്കും തന്നെ സമീപിച്ചവർക്കൊക്കെ തന്നാൽ കഴിയുന്ന സേവനങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യുവാൻ ശ്രമിച്ച ഒരു നല്ല മനുഷ്യൻ, ഒരു ദേശസ്നേഹി. അതുകൊണ്ട് ജെറോം പിതാവിൻ്റെ ഈ അനുസ്മരണ അവസരത്തിൽ അത് നൽകുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് മരണാനന്തര ബഹുമതിയായി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ഈ അവാർഡ് നൽകുന്നത്. രാഷ്ട്രീയ പ്രവർത്തകനായും മാനവീയ മുഖമുള്ള ഒരു നേതാവായും കേരളം എന്നും ഓർക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഗുഡ് സമരിറ്റൻ പുരസ്കാരം നേടുന്നതിൽ വലിയ സന്തോഷം തോന്നുകയാണ്. ജെറോം പിതാവിനെ അനുസ്മരിക്കുമ്പോൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു ബിഷപ്പ് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അദ്ദേഹം പറയേണ്ടുന്നത് ആത്മീയതയുടെയും സാമൂഹിക നീതിയുടെയും സമന്വയമായ ഒരു സന്ദേശം ആയിരിക്കണം. ഈ സന്ദേശം വിശ്വാസികളെ പ്രചോദിപ്പിക്കുകയും കരുണയും നീതിയും സമാധാനവും എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും വേണം. അക്കാര്യത്തിലൊക്കെ ജെറോം തിരുമേനി കാണിച്ച പ്രതിബദ്ധത ഇന്നും എടുത്തു പറയേണ്ട ഒന്നാണ് എന്ന് ഞാൻ ഓർക്കുന്നു. കൊല്ലത്ത് അദ്ദേഹത്തിൻ്റെ വിവിധ തരത്തിലുള്ള സംഭാവനകൾ എന്നും ആർക്കും കാണത്തക്ക നിലയിൽ സ്ഥാപിതമായിട്ടാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ബിഷപ്പ് ജെറോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റും അതോടൊപ്പം തന്നെ ബിഷപ്പ് ജെറോം കോളേജ്, ഇൻഫന്റ് ജീസസ് സ്കൂള്, മൗണ്ട് കാർമൽ സ്കൂള്, ഫാത്തിമ മാത
കോളേജ്, ബെൻസിഗർ ആശുപത്രി, ജ്യോതി കോളേജ് എന്നിങ്ങനെ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് സ്ഥാപിച്ച പ്രസ്ഥാനങ്ങൾ ഇന്നും നമ്മുടെ കൊല്ലത്തിൻ്റെ പ്രശസ്തി ഉയർത്തുന്ന സ്ഥാപനങ്ങളായി നിലനിൽക്കുകയാണ്. കൊല്ലത്തെ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു. ആരാധനാലയങ്ങളും സഭാവികസനവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ദൗത്യം. മേനയുടെ ദേവദാസൻ ജെറോം പിതാവിൻ്റെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞു. വല്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ രണ്ടാം ലോകമഹായുദ്ധം കടന്നു പോകുമ്പോൾ പട്ടിണി പരിവട്ടവും ബ്രിട്ടീഷ് ഭരണാധികാരത്തിന് കീഴിൽ വീർമുട്ടുന്ന ജനങ്ങളും എല്ലാം ആയിരിക്കുന്നൊരവസ്ഥയിൽ ഇന്നത്തെ കാലഘട്ടം വേണം നമുക്കൊന്നും ഓർമ്മിക്കാൻ പോലും പറ്റത്തില്ല. ആ അവസ്ഥയിൽ അദ്ദേഹം ഒരു ബിഷപ്പ് എന്ന നിലയിൽ ഒരുപാട് പ്രവൃത്തികൾ ചെയ്ത് ഇപ്പോൾ നമ്മൾ പറയുന്നത് കേട്ടു. അദ്ദേഹം എഡ്യൂക്കേഷൻ ഫീൽഡിലും ആരോഗ്യ രംഗത്തും സാമൂഹ്യ രംഗത്തിൽ ഒരുപാട് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് തിരുമേനിയെക്കുറിച്ച് പറയണം. ദേവദാസന് ഉയർത്തപ്പെട്ടു, ഇനിയും സെയിൻ്റായി ഉയർത്തപ്പെടും. അങ്ങനെ ആകട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സെയിൻ്റായിട്ട് ഉയരണമെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മൊത്തത്തിൽ രോഗശാന്തി വാരം കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത്. ഒരു കുഞ്ഞ് വളരെ രോഗാവസ്ഥയിലായിരിക്കും. അദ്ദേഹം തിരുമേനി പ്രാർത്ഥിച്ചു, അതിന് സൗഖ്യം കിട്ടി. ഒരുപാട് മനുഷ്യത്വം. ഉമ്മൻചാണ്ടി തിരുമേനി ഇത് കിട്ടുന്നത് ഒരു നല്ല ശമരിയാക്കാരൻ്റെ അവാർഡാണ്. നല്ല ശമരിയാക്കാരൻ ആരാണ്? നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളിപ്പോൾ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ സ്നേഹിതനെ നിങ്ങളിപ്പോൾ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ ശത്രുവിനെ നിങ്ങൾ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നിവൃത്തിയാക്കിയതാണ് ബിഷപ്പ് ജെറോം പിതാവ്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി. അവരിൽ ഒത്തിരി സമാനതകളുണ്ട്. രണ്ടുപേരും ദൈവസ്നേഹത്തിൽ ഉറച്ച് വിശ്വസിച്ച് അധികമൊന്നും സംസാരിക്കാതെ സംസാരത്തിലേറെ പ്രവൃത്തി, കഷ്ടപ്പാടും പട്ടിണിയും ദുഃഖവും ദുരിതവും ഒക്കെ അനുഭവിച്ച് അങ്ങനെ മനുഷ്യൻ നല്ലതായിട്ട് സേവിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴും അത് നടത്താൻ പറ്റും. കാലഘട്ടം ജെറോം പിതാവിന് ശേഷം ഉമ്മൻചാണ്ടി അത് തെളിയിച്ചിരിക്കുകയാണ്. അത് വലിയ കടപ്പാട്, നന്ദി, തൃപ്തി ഒക്കെ കുടുംബത്തിനുണ്ട്. ഞങ്ങളുടെയൊക്കെ ഇനി ഒരു ഭാര്യ എന്ന നിലയിലും ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേര് ക്രിസ്തു വിശ്വാസികളായതുകൊണ്ടും ഞാൻ പറയുകയാണ്, 46 വർഷം പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി ഞങ്ങൾക്ക് എന്നെ മിന്നു കിട്ടിയ അവസരത്തോട്ട് പ്രാർത്ഥിച്ചു, ദൈവമേ നീ ഒരിക്കലും വൈദവ്യം തരരുതേ. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ഒരുപാട് അദ്ദേഹം ആരോഗ്യം പോലും കളഞ്ഞ് പ്രവർത്തിച്ചപ്പോഴെല്ലാം എനിക്ക് ഭയങ്കര ഉൾക്കടയാണ്. കൂടുതൽ പ്രാർത്ഥിച്ചു, അദ്ദേഹത്തെ ഒരുപാട് ചിട്ടയിൽ കൊണ്ടിടക്ക് നോക്കി, പക്ഷെ അത് സാധിച്ചില്ല. അവസാനം ഞാൻ ഭയങ്കര ഇപ്പോഴും വിചാരിച്ചു, ഇത്രയും പ്രാർത്ഥിച്ചതല്ലേ. ഞാൻ അവിടെ വെച്ച് ഇൻഫൻസീസ് ചർച്ച് വെച്ച് ബാംഗ്ലൂർ ചർച്ചുണ്ട്, അവിടെ എല്ലാ ചൊവ്വാഴ്ച വ്യാഴാഴ്ചയാണ് നോക്കുന്നത്. വ്യാഴം ഞാൻ പോകാൻ 27 തിരി കാരണം വെച്ചാൽ പെട്ടെന്ന് എഴുതിയെല്ലാം എടുത്തു. അപ്പം 27 തിരി വെച്ച് പ്രാർത്ഥിച്ച് അവരോടൊക്കെ പറഞ്ഞു ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കാം. അപ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ വലിയ വെളിച്ചോ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടാപ്പകൽ ഞാൻ ഇങ്ങോട്ട് അവിടെ പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു വലിയ വെളിച്ചം ഞാൻ കൊണ്ടിച്ചു. ഇതെന്തോ ഈ മീഡിയകൾ എന്നെ ഇവിടെ സമ്മതിക്കത്തേ, എന്നെ പ്രാർത്ഥിക്കാനും സമ്മതിക്കത്തേ, ഈ മീഡിയകളിലൂടെ എന്നോ എന്നെ ഉപദ്രവിക്കുകയാണോ എന്ന് വിചാരിച്ചു. തന്നൊരു വെളിച്ചമാണ്. പക്ഷെ അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു ഉമ്മൻചാണ്ടിക്ക് എന്ത് പറഞ്ഞാലും സൗഖ്യം വരും. ഒരുപാട് സഹനങ്ങളൊക്കെ എനിക്കുണ്ടായി. അപ്പോഴും മോള് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് മൊബൈൽ ഫോണും ഇല്ല, അക്കൗണ്ടും ഇല്ല, വീഡിയോയും ഒന്നുമില്ല. ദൈവം എനിക്ക് റേഡിയേഷൻ വന്നു, എന്നെ അങ്ങനെ ആക്കി വെച്ചിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നമുക്കിതൊന്നും പറഞ്ഞ് സമയം കളയാതെ നമുക്ക് ദൈവത്തെ വിളിക്കാം. കുഞ്ഞിന് സൗഖ്യമായിട്ട് നമ്മൾ ഒരു ബസ്സൊക്കെ എടുത്ത് അക്കാഡമിയും പിന്നെ BMCനെയും എല്ലാവരും വിളിച്ച് നോക്കുന്നു.
കന്യാകുമാരി കാസർഗോഡ് ഒരു യാത്ര പോകാം. പുള്ളിക്ക് സന്തോഷം. നമ്മുടെ വീട് തന്നെ ഒരു മുറി തന്നെ ഒരു ഐശ്വര്യമാണ് എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം കടന്നുപോയി. ഞാൻ ഒട്ടും നിരാശപ്പെട്ടില്ല പ്രിയപ്പെട്ടവർ. ഞാൻ ഫ്രോസണായിപ്പോയി. പക്ഷെ അതിനുശേഷം ഇതെല്ലാം കൂടെ എനിക്ക് എങ്ങനെ താങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു. 2 ദിവസം കഴിഞ്ഞ് 37 മണിക്കൂറത്തെ യാത്ര. പിറ്റേന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത്, അന്ന് തന്നെ തിരുവനന്തപുരത്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞുള്ള 40 വരെ കുർബാന ചൊല്ലി. 40 കഴിഞ്ഞ് പിന്നെ ഒരുപാട് കുർബാന ചൊല്ലി. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു 500-600 മണിക്കൂറെങ്കിലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കല്ലറ ഉണ്ടായിരുന്നു. ഒരുപാട് മലയാളികളെ രാഷ്ട്രീയ ഭേദമന്യേ പ്രായഭേദമന്യേ നമുക്കവിടെ കാണാൻ സാധിച്ചു. രോഗികളും ആരോഗ്യമുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളും വലിയ വയസ്സിലുമൊക്കെ ഉണ്ടായിരുന്നു. ജാതി മതഭേദം ഒന്നും അവിടെ ഇല്ലായിരുന്നു. RSSകാരും BJPക്കാരും ഫാസിസ്റ്റുകാരും എല്ലാം അവിടെ വന്നു. എന്നോട് പലരും പറഞ്ഞു ഞങ്ങൾ കടുത്ത മാർസിസ്റ്റുകാരാ അല്ലെങ്കിൽ ഞങ്ങൾ കടുത്ത BJPക്കാരാ. പക്ഷേ എങ്കിലും ഉമ്മൻചാണ്ടി ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് പിന്നീടാണ് ഇത് മിസ്സായി. എൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടി എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു, ഒരിക്കലും നീ വിഷമിക്കരുത്. I attained him at the right moment, at the right time. I have my own plans. പരിപാടികൾക്ക് എൻ്റെ ഓർമ്മയിലെ 3 മേയർമാരുണ്ട്. ശ്രീമതി പ്രസന്ന എസ്, ശ്രീമതി ഹണി ലക്ഷ്മൻ, രാജേന്ദ്ര പ്രസാദ് സാർ വ്യക്തമായിട്ട് സംഭാവനകൾ കാഴ്ചവെച്ച 3 മേയർമാരാണ്. അതിൽ തീരദേശത്തോട് പ്രഖ്യാപനം ചെയ്ത ഹണി ലക്ഷ്മന് നന്ദി അർപ്പിച്ചുകൊണ്ട് 3ാം തവണ കൊല്ലം കോർപ്പറേഷന്റെ മേയറായിട്ട് സാന്നിധ്യം ഏറ്റെടുത്ത ഈ അവസരത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും വേണ്ടി റെക്സിയ മദർ ഇപ്പോൾ ഭാരം അണിയിക്കുന്നു. അതിനുശേഷം ഞാൻ ആളല്ല, എനിക്ക് നന്നായി അറിയാം. പിതാവിൻ്റെ ഓർമ്മ അനുസ്മരിക്കുമ്പോൾ പിതാവ് സമുദായത്തിന് നൽകിയിട്ടുള്ള ഒട്ടനവധി നന്മകൾ, അതോടൊപ്പം തന്നെ സമൂഹത്തിന് നൽകിയിട്ടുള്ള, ഇന്ന് വിദ്യാഭ്യാസ മേഖല ഏറെ ഉന്നതമായ ശ്രേണിയിലെത്തുമ്പോഴും ആരോഗ്യരംഗം ഏറെ മുന്നിലെത്തുമ്പോഴും ബിഷപ്പ് ജെറോം പിതാവ് ഈ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. ആ സംഭാവന നമ്മുടെ സമൂഹത്തിന് ഒട്ടേറെ ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ ആരോഗ്യ മേഖലയിലൂടെയും വിദ്യാഭ്യാസ മേഖലയിലൂടെയും കഴിയട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിലെ തന്നെ നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്താൻ കഴിയുന്ന, ആരോഗ്യ മേഖലയിൽ ഒരുപാട് അവസരങ്ങൾ ലഭ്യമാകാൻ കഴിയുന്ന, അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ലഭ്യമാകാൻ കഴിയുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്കൊക്കെ ഒരു കൈത്താങ്ങായി മാറാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ, തുടർന്ന് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നവർക്ക് കഴിയട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു.